അല്ലാഹു അക്ബർ മുഴക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തും. ആ സമയത്ത് എന്റെ രാജ്യം ഏതവസ്ഥയിലാകുമെന്ന് അവർ ഭയപ്പെട്ടു. പോളണ്ടിലെ ഒരു MP ആയ ഡൊമിനിക് താർസിൻസ്കി അയാൾ പറഞ്ഞത്, ഞങ്ങൾ 2 മില്യൺ ഉക്രൈൻ അഭയാർത്ഥികളെ സ്വീകരിച്ചു, പക്ഷേ ഒറ്റ മുസ്ലിങ്ങളെ പോലും ഞങ്ങൾ സ്വീകരിച്ചില്ല, അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്നാണ്. മനസ്സിലായോ? അവര് പഠിച്ചു. ഒരു അനുഭവം വരാൻ നമ്മൾ തന്നെ അനുഭവിക്കണമെന്നില്ല. ഇപ്പൊ ആക്സിഡന്റ് സംഭവിക്കുന്നു, ശ്രദ്ധിക്കാതെ പോയി, ഹെൽമെറ്റ് വെക്കാതെ പോയി, ഓവർ സ്പീഡിൽ പോയി, മറ്റുള്ളവരെ മത്സരിച്ച് പോയി, ആക്സിഡന്റിൽ പെട്ടു. നമ്മൾ ആക്സിഡന്റിൽ പെടുന്നത് വരെ നമ്മൾ പഠിക്കാൻ ഇരിക്കണ്ട. ഒന്ന് ഹെൽമെറ്റ് വെച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ, ഒന്ന് സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നെങ്കിൽ, ഒന്ന് സ്പീഡ് കുറച്ചിരുന്നെങ്കിൽ, അവരെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മത്സരിക്കാതിരുന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചത് എന്തുകൊണ്ടാണ്? ഇത്തരം അനുഭവങ്ങൾ. അപ്പോൾ മറ്റ് രാജ്യങ്ങളിലൊക്കെ വന്ന അനുഭവങ്ങൾ വെച്ചിട്ട് ചിലരങ്ങ് പഠിച്ചു. ഡെൻമാർക്കില് ഗെറ്റോ നിയമം എന്ന പേരിൽ മുസ്ലിം കുടിയേറ്റക്കാരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഒരു പുതിയ നിയമമുണ്ട്. കുടിയേറ്റക്കാര് ഡെൻമാർക്ക് തദ്ദേശീയരുമായി ഇടകലർന്ന് ജീവിക്കരുത്. ഒറ്റപ്പെട്ട സമൂഹമായിട്ടാണ് അവർ ജീവിച്ചു പോകുന്നത്. ആ തിരിച്ചറിവിൽ നിന്ന് കുടിയേറ്റക്കാരുടെ കുട്ടികൾക്ക് ഒരാഴ്ചയിൽ 22 മണിക്കൂറും നിർബന്ധിതമായി ഡാനിഷ് ഭാഷ പഠിക്കണം എന്ന ഒരു നിയമം. തന്നെയുമല്ല, കുടിയേറ്റക്കാർ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരുമിച്ച് കൂടി ഗെറ്റോകളായിട്ടാണ് താമസിക്കുന്നത്. അതിനെ ബ്രേക്ക് ചെയ്തു. അങ്ങനെ ഒരു ഹൗസിംഗ് കോംപ്ലക്സിൽ 50% കൂടുതൽ കുടിയേറ്റക്കാരെ ഒരുമിച്ച് താമസിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന നിയമം അവർ സ്വീകരിച്ചു. അങ്ങനെ ഹൗസിംഗ് കോംപ്ലക്സുകൾ പൊളിച്ചു മാറ്റാനും ഈ നിയമത്തിലുണ്ട്. നോമ്പ് സമയത്ത് പരസ്യമായി മുസ്ലിങ്ങൾ പൊതുസ്ഥലത്ത് നോമ്പുതുറ സംഘടിപ്പിക്കാൻ പാടില്ല എന്നതിനെ എതിർത്തു. ഖുർആൻ പരസ്യമായി കത്തിക്കുന്ന ഒരു വിഭാഗം ആളുകളും അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ് എന്ന് രാജ്യം സമ്മതിക്കുന്നു. ഹോളണ്ടിന്റെ പുതിയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തയ്യാറെടുക്കുന്ന നേതാവ് പറയുന്നത്, തുർക്കിയുടെ സഹായം സ്വീകരിക്കുന്ന എല്ലാ ഇസ്ലാമിക ആരാധനാലയങ്ങളും അടച്ചുപൂട്ടും. കാരണം തുർക്കി ലോകത്തിന്റെ സമാധാനത്തിന്റെ അന്തകരാണ്. ലോക സമാധാനം നശിപ്പിച്ച് അവിടെ ഇസ്ലാമിനെ സ്ഥാപിക്കാൻ, ആഗോള ഇസ്ലാമിക തീവ്രവാദം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് ഹോളണ്ടിന്റെ രാജ്യ അതിർത്തി മുസ്ലിങ്ങൾക്ക് വേണ്ടി തുറക്കില്ല. സ്വീഡനിലോ ക്രിസ്ത്യാനികൾ പരസ്യമായിട്ട് ഖുർആൻ കത്തിക്കുന്നു. പ്രശസ്ത നാസ്തികയാണ് അയാൻ ഹിർസിയാലി. അവര് US-ലും യൂറോപ്പിലും വളർന്നു വരുന്ന ഇസ്ലാമിക ഫണ്ടമെന്റലിസത്തെ തടയണം എന്നും നാസ്തികതയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും ക്രിസ്ത്യാനിറ്റിക്കാണ് ശക്തമായി ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നതെന്നും പറഞ്ഞു. അങ്ങനെ നിങ്ങൾക്കാണ് ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നത്, അതല്ലാതെ ഇതിനെ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് ബാധിക്കുന്ന ഒരു ക്യാൻസറിനെ പോലെ, ക്യാൻസർ ബാധിച്ചാൽ അവയവങ്ങൾ മുറിച്ചു മാറ്റുന്നത് പോലെ ഇവരെ അടർത്തി മാറ്റിയാൽ പറ്റില്ല, മുറിച്ചു മാറ്റണം. വേരോടെ അഭയാർത്ഥികളെ വന്നിടത്തേക്ക് വിടണം എന്ന വലിയ ഒരു ആശയമായിരുന്നു അയാൻ ഹിർസിയാലി മുമ്പോട്ട് വെച്ചത്. റിച്ചാർഡ് ഡോക്കിൻസ് പറഞ്ഞത് ഒരു കൾച്ചറൽ ക്രിസ്ത്യാനിയാണ് അദ്ദേഹം, പക്ഷേ ബൈബിളിനെ അംഗീകരിക്കുന്നുമില്ല. അയാൻ ഹിർസിയാലി ആണെങ്കിൽ നാസ്തികതയാണ് അവര് മുന്നോട്ട് വെക്കുന്ന ആശയം. അപ്പോ ഇവരൊക്കെ പറഞ്ഞത് നമ്മുടെ മതം, അതല്ലെങ്കിൽ മതനിരാസം നമ്മളുടെ സ്വകാര്യതയായി നിലനിൽക്കട്ടെ, സ്വകാര്യതയായിരിക്കണം. മതം ഒരു ചോയ്സ് ആണ്, സ്വീകരിക്കാനും നിരാകരിക്കാനും സാധിക്കണമെന്നാണ് റിച്ചാർഡ് ഡോക്കിൻസ് അടക്കം പറഞ്ഞത്. യൂറോപ്പിലേക്ക് കുടിയേറിയ ഈ മുസ്ലിം ഭീകരവാദികൾ, ഈ തീവ്രവാദികൾ, ഇവരെ ആ രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ മുതലെടുത്തു, ചൂഷണം ചെയ്തു. മനുഷ്യനെ മൂല്യം കൽപ്പിക്കുന്ന ആ രാജ്യത്തിന്റെ നിയമങ്ങളെ ഇവർ ചൂഷണം ചെയ്തു. അങ്ങനെ ഇസ്ലാമിക പ്രചരണം എന്ന അപകട അവസ്ഥയിലേക്ക് ആ രാജ്യത്തെ കൊണ്ടുപോയപ്പോൾ അവിടുത്തെ രാജ്യത്തിലെ എല്ലാ ഭരണാധികാരികൾക്കും തിരിച്ചറിവുണ്ടായി. അതിനെതിരെ അവർ പ്രചാരണം തുടങ്ങി. ഇസ്ലാമിനെതിരായി ഒരു ഉയർത്തെഴുന്നേൽപ്പ് അവിടെ വളർന്നു വരുന്നുണ്ട്. ഇപ്പോൾ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ കോളേജ് ക്യാമ്പസുകളിൽ അടക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പലസ്തീൻ അനുകൂലമായ ക്യാമ്പയിനുകൾ ഉണ്ടല്ലോ, ശരിക്കു പറഞ്ഞാൽ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ പ്രചാരണത്തിന് ആക്കം കൂട്ടുന്ന വസ്തുതകളാണ് എന്ന് ആ രാജ്യവും മനസ്സിലാക്കിയിട്ടുണ്ട്. യൂറോപ്പിനെ, ഇസ്ലാമിക ഫണ്ടമെന്റലിസത്തിനെ എത്രത്തോളം പ്രതിരോധിക്കാൻ കഴിയും എന്നത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. കാരണം ഫ്രാൻസ് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ മൂക്കിൽ പഞ്ഞി വെച്ചു എന്നത് നേര്,
പക്ഷേ മറ്റു രാജ്യങ്ങളും അതിന് തയ്യാറെടുക്കുന്നിടത്താണ് ഇവരെ പ്രതിരോധിക്കാൻ സാധിക്കുന്നത്. ഇനി പ്രത്യേകമായി മുസ്ലിങ്ങൾക്കൊരു പരിഗണന നൽകി മദ്രസകൾക്ക് ഗ്രാന്റ് ഞങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട, തൽക്കാലം അത് അടച്ചുപൂട്ടിയ ചാവി ഞങ്ങളെ ഏൽപ്പിച്ചേക്കെന്ന് ഫ്രാൻസ് പറഞ്ഞില്ലേ. ഫ്രാൻസിൽ മദ്രസകൾ വേണ്ട, മുസ്ലിം പള്ളികൾ വേണ്ട, അതൊക്കെ കേന്ദ്രീകരിച്ച് നടത്തുന്ന നിങ്ങളുടെ ശിശുപീഠനമുണ്ടല്ലോ, ഫ്രാൻസിൽ വേണ്ട. അതായത് നിങ്ങളുടെ ആ ഗോത്ര മതത്തിന്റെ ഉഡായിപ്പുകൾ ഇനിയും ഞങ്ങളുടെ രാജ്യത്തു വേണ്ട എന്ന് തീരുമാനിക്കുന്നതിലേക്ക് അവരെത്തി. നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ ഒരിക്കലും മറ്റൊരു രാജ്യത്തിനും ഉണ്ടാകരുത് എന്ന് നമ്മളാണ് ആഗ്രഹിക്കേണ്ടത്. നമ്മുടെ രാജ്യത്ത് ഏതെല്ലാം രൂപത്തിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് നോക്കി. ജാതി സംവരണം എന്തിന്? നമ്മുടെ രാജ്യത്ത് മതത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു സംവരണം വേണ്ട ആവശ്യമുണ്ടോ? ഒരു സർക്കാരിന്റെ മതപ്രീണനം ഏതുവരെ ആകാം എന്നതിന്റെ തെളിവാണത്. ഈ മതസംവരണത്തിനെതിരെ നമ്മുടെ രാജ്യത്തുള്ള ആളുകൾ സംഘടിക്കുമോ? സംഘടിക്കുമോ? ഇതിനെതിരെ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ആ നേതാക്കൾക്കെതിരെയും മുസ്ലിം സംഘടനകൾ മുഴുവനും ഒരുമിച്ച് കൂടും. ഒരിക്കല് അലിയാർ കാസിമി മറ്റുമൊക്കെയുള്ള വേദിയിൽ RV ബാബു ചോദിച്ചു, ഞാനൊരു ഹിന്ദുവാണ്, ഞാനൊരു ബഹുദൈവാരാധകനാണ്, നിങ്ങളുടെ ഗ്രന്ഥം പറഞ്ഞത് പ്രകാരം എന്നെ പതിയിരുന്ന് നിങ്ങൾ തലവെട്ടുമോ എന്ന ഭയം എനിക്ക് ഈ രാജ്യത്തുണ്ട്. അതിന്റെ പേരിൽ RV ബാബു നേരിട്ട പ്രയാസങ്ങൾ എന്തൊക്കെയായിരുന്നു? എല്ലാ മുസ്ലിം സംഘടനകളും ഒരുമിച്ച് നിന്ന് അദ്ദേഹത്തെ എതിർത്തു, ഹിന്ദു ഐക്യവേദിയെ എതിർത്തു. നമുക്ക് പ്രിയമല്ലാത്തതാരെങ്കിലും സംസാരിക്കുകയോ എതിർക്കുകയോ വിമർശിക്കുകയോ ചെയ്താൽ അവരെ ഭയപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ മുസ്ലിം തീവ്രവാദികളുടെ ഈ മത തീവ്രവാദ നയമുണ്ടല്ലോ, ഈ രാജ്യത്ത് വളർത്തുന്നത് ആരാണ് എന്ന് ചിന്തിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാകും. ആരെല്ലാം ഈ രൂപത്തിൽ ഇപ്പോ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ പേര് മറന്നല്ലോ, ഹൂറികളെ സംബന്ധിച്ച് പറഞ്ഞതിന്റെ പേരിൽ ആ മനുഷ്യൻ എന്തെല്ലാം പ്രയാസങ്ങൾ ഇടപെട്ടെന്ന്. പക്ഷേ ഹിന്ദുമതം മൊത്തവും മിത്തുകളാണ് എന്ന് പറഞ്ഞ് ഷംസീർ വാനോളം ഉയർത്തപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നമുക്ക് വേണ്ടത് ഭരണഘടനാപരമായ സ്വാതന്ത്ര്യങ്ങളാണ്. അതുകൊണ്ട് ജാതി സംവരണം, മതസംവരണം അല്ല, നമുക്ക് സാമ്പത്തിക സംവരണമൊക്കെ കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങൾക്കും സംവരണം നൽകുന്ന ഒരു അനീതി ഉണ്ടല്ലോ. മാപ്പിള സ്കൂളുകൾ, സർക്കാർ സ്കൂളാ, അതെങ്ങനെ മാപ്പിള സ്കൂളായി മാറിയത്? മാപ്പിള LP സ്കൂൾ, മാപ്പിള UP സ്കൂൾ, മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂൾ. ഇത് പല വിഭാഗത്തിലും സമൂഹത്തില് പിന്നോക്കാവസ്ഥയുണ്ട്. അതുകൊണ്ട് അവർക്കൊക്കെ ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ കൂടി കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്ന ഈ ന്യൂനപക്ഷക്കാരുണ്ടല്ലോ, ന്യൂനപക്ഷക്കാരിലെ മുസ്ലിം വിഭാഗം, അവർക്ക് സാമ്പത്തിക സംവരണം ലഭിക്കുന്നു. സാമൂഹ്യ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, വ്യാപാര രംഗത്ത്, തൊഴിൽ രംഗത്ത്, ഭൂമി ലഭിക്കുന്ന രംഗത്ത്, സ്കോളർഷിപ്പിന്റെ കാര്യത്തിൽ, ഇതെല്ലാം മുസ്ലിം സമൂഹത്തിലെ മുന്നോക്കക്കാരെയും ഉൾപ്പെടുത്തി ഒരു മാനദണ്ഡവും നിശ്ചയിക്കപ്പെടുന്നില്ല. മുഴുവൻ മുസ്ലിങ്ങൾക്കും സംവരണം നൽകിക്കൊണ്ടിരിക്കുന്നു. സച്ചാർ കമ്മിറ്റി, സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ്, ഏതെല്ലാം രൂപത്തിലാണ് അവർക്ക് സംവരണം ലഭിക്കുന്നത് നോക്കിയോ. മുസ്ലിം സമൂഹം പിന്നോക്ക അവസ്ഥയിലാണ് എന്ന് എവിടെയും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അവർക്ക് ലഭിക്കുന്ന ഇത്തരം സംവരണങ്ങൾ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വത്തെ നശിപ്പിക്കുന്ന വസ്തുതകളാണ്. നമ്മുടെ രാജ്യം മതത്തിൽ നിന്നും വിഭിന്നമായ ഒരു ഇതരത്വം കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കതാണ് വേണ്ടത്. നമ്മുടെ രാജ്യത്ത് എല്ലാ മനുഷ്യനും ഒരുപോലെ ആയിരിക്കണം. അവര് ഇന്ന മതവിഭാഗമായതുകൊണ്ട് അവർക്ക് പ്രത്യേകമായിട്ടൊരു പരിഗണന, അതിന്റെ ആവശ്യമുണ്ടോ? ഇപ്പോ നമുക്കറിയാം, ശിരോവസ്ത്രം ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. ശിരോവസ്ത്രം ധരിച്ച്, അപ്പോ അതായത് ഇറാൻ പോലെയൊരു ഇസ്ലാമിക് രാജ്യത്ത് ഈ വസ്ത്രത്തിനെതിരെ ആളുകൾ രംഗത്ത് വരുന്നു. അവര് പറയുന്നു, ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഇത്രയും കാലം അടിച്ചമർത്തപ്പെട്ടതും അടക്കി ഭരിച്ചതും ഈ മതമാണ്, അതുകൊണ്ട് ഈ മതം ഞങ്ങൾക്ക് വേണ്ട. ഈ മതമോ
ഈ മതത്തിന്റെ ദർശനങ്ങളോ ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെ ഹിജാബുകൾ കൂട്ടിയിട്ട് കത്തിക്കാൻ, അവരുടെ ഖുർആനും ഹദീസും ഒക്കെ കൂട്ടിയിട്ട് കത്തിക്കാൻ ഇറാൻ തയ്യാറായ സമയത്ത് നമ്മുടെ നാട്ടിൽ കർണാടകയിൽ എന്താ നടക്കുന്നത്? ഹിജാബിന് വേണ്ടി ഒരു സമരം. ശിരോവസ്ത്രം ധരിച്ച് പരീക്ഷ എഴുതിയ 70ഓളം വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലം ശ്രീലങ്കൻ പരീക്ഷാ വകുപ്പ് തടഞ്ഞു വെച്ചു. രാജ്യത്തൊരു നിയമമുണ്ട്, അത് അംഗീകരിക്കാമെങ്കിൽ മാത്രം ഈ രാജ്യത്ത് നിലനിന്നാ മതി. ട്രിങ്കോമാലി സാഹിറ കോളേജിലെ ചില വിദ്യാർത്ഥികളാണ് ഇക്കഴിഞ്ഞ ജനുവരിയില് അഡ്വാൻസ്ഡ് ലെവൽ, അതായത് AL പരീക്ഷ ശിരോവസ്ത്രം ധരിച്ചെഴുതുക. അത് ബാൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്തരമൊരു വസ്ത്രം പാടില്ല എന്ന് പറഞ്ഞിട്ട് പോലും അതിനെ ധിക്കരിക്കുന്നു. കാരണം മതമല്ലേ, അതിനെ എതിർക്കാൻ എല്ലാവർക്കും ഭയമാണ്. അതിലെ പ്രതിഷേധം ഉയർന്നേക്കുമോ എന്ന സൂചനയെ തുടർന്ന് ഹിജാബുകൾക്ക് പകരം അയഞ്ഞ സുതാര്യമായ വെള്ള ഷാളുകൾ ധരിക്കാൻ പരീക്ഷാ സൂപ്പർവൈസർമാർ അനുവദിച്ചു. പക്ഷേ ഈ അനുമതിയെ മുതലെടുത്ത് ബ്ലൂടൂത്ത് ഇയർ പീസുകൾ മറയ്ക്കാൻ പറ്റുന്ന പാകത്തിനുള്ള ഹിജാബുകളാണ് വിദ്യാർത്ഥികൾ ധരിച്ചിരുന്നത് എന്ന് പിന്നീട് ഇൻവിജിലേറ്റേഴ്സ് കണ്ടെത്തുകയാണ്. ഇതേ തുടർന്നാണ് ഈ വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലം തടഞ്ഞുവെക്കുന്നത്. അതേസമയം മറ്റു ഉദ്യോഗാർത്ഥികളുടെയൊക്കെ ഫലം മെയ് 31-ാം തീയതിന് മുമ്പ് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. സമാനമായ സംഭവങ്ങൾ മുമ്പും ട്രിങ്കോമാലിയിൽ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഇവർക്ക് മാത്രം എല്ലാ രാജ്യങ്ങളിലും എന്തൊക്കെയോ ഒരു പ്രത്യേകതകൾ കൽപ്പിക്കപ്പെടുന്നു. ഇപ്പോ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്നു. ഹമാസിന് വേണ്ടി പോരാളികളാണെന്ന് പറയാൻ ഓൾ ഐസ് ഓൺ റാഫയിലേക്ക് കണ്ണുമിഴിക്കാനും നമ്മുടെ നാട്ടിൽ ആളുകളുണ്ട്. ശരി ആസിഫെ, നിന്റെ ഉമ്മാക്കില്ലടാ, നിന്റെ ഉമ്മാക്കുള്ളവേ എന്റെ ഉമ്മാക്കുള്ളൂ കേട്ടാ. എന്താണ് അസ്ക ഫാത്തിമ, നിനക്ക് പ്രാന്താണെന്നോ? ചികിത്സിക്കാൻ പറ്റുന്ന പ്രാന്ത് തന്നെ, അതോ മറ്റേ സാധനം വല്ലോ ആണോ? എന്നാ നിന്റെ ഭർത്താവിനോട് പറയട്ടെ, അല്ലെങ്കിൽ ആങ്ങളെയോ വാപ്പയോ ആരാണെങ്കിലും കുഴപ്പമില്ല. ഇസ്ലാമിൽ അതൊക്കെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടേ മുഹമ്മദ് ജാബിർ, എന്താടാ നീ പ്രാന്താശുപത്രിയിൽ നിന്ന് വന്നതാണെന്നോ? നമ്മളോട് പറയട്ടെ എന്താ കാര്യം. ആഷ് വേൾഡ്, നിന്നെ വെടിവെക്കാൻ ആരുമില്ലേന്നോ? അതെന്താ നിനക്ക് പറ്റില്ലേ? നീ എന്താ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നത്? ഇൻട്രോവേർട്ട്, എന്താടാ ഉമ്മ വെടിയിൽ ഉണ്ടായതാണ് നീ എന്നോ? എന്നോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഷക്കീന, എന്താ സക്കീന, നിനക്ക് പ്രാന്താണെന്നോ? മദ്രസയിൽ ഉസ്താദിനെ പോയി കുഞ്ഞു നിന്ന് കൊടുക്കലാണ് നിന്റെ ജോലി എന്നോ? അർഷിൻ, കിളവിക്ക് വയസ്സായിരുന്നു, നീ കല്യാണം ആലോചിക്കാൻ വന്നാടാ ഇവിടെ? ആണോ? നീ വയസ്സിനകത്തില്ലേ? എല്ലാ കാലത്തും ഇങ്ങനെ ഇരിക്കുവോ മുഹമ്മദ് നബിയെ പോലെ? ആണോ? ശരിയെന്നാ നടക്കട്ടെ. നല്ല മറുപടി കൊടുക്കുന്ന. ശരി, അപ്പോ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്നു. എന്തുകൊണ്ടാണ് പലസ്തീനികളെ നോക്കി കണ്ണീര് വാർക്കുന്ന ആളുകൾക്ക് ഇസ്ലാമിക രാജ്യങ്ങൾ അവരെ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലല്ലോ? എന്തേ വിമർശിക്കാൻ പറ്റാത്തത്? എന്താ വിമർശിക്കാൻ പറ്റാത്തത്? ഇസ്ലാമിക രാജ്യങ്ങൾ ഖത്തർ മുമ്പിലുണ്ട്, UAE, ഈജിപ്റ്റ്, ഇവരൊക്കെ മുന്നിൽ നിന്ന് എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? യുദ്ധം ഒന്ന് നിർത്തണേന്ന് ഇസ്രായേലിനോട് കാല് പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക. ഇസ്രായേലോ നെതന്യാഹു അവരുടെ കരാറുകളൊക്കെ പിച്ചിക്കീറി വെയിലത്ത് വെക്കുന്നു, ഇവന്റെയൊക്കെ മുഖത്തേക്ക് വലിച്ചെറിയുന്നു. അപ്പൊ ഹമാസിനെ സ്വീകരിക്കാൻ ഖത്തർ പോരെ? എത്ര 53ഓളം ഇസ്ലാമിക രാഷ്ട്രങ്ങളൊന്ന് മനസ്സുറച്ച് വിചാരിച്ചപ്പോൾ വേണ്ട, 10 രാഷ്ട്രങ്ങളൊന്ന് ഉറച്ചു നിന്നാൽ ഈ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ പറ്റില്ലേ? ഈ അഭയാർത്ഥികൾക്ക് അഭയം നൽകാൻ പറ്റില്ലേ? പറ്റും, പക്ഷെ അവരതിന് തയ്യാറാകത്തില്ല. എന്താണ് കാരണം? വന്നു കഴിഞ്ഞാൽ പിന്നെ മുറിയന്മാര് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് അവർക്ക് അറിയാലോ. യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുവാണല്ലോ. അതുകൊണ്ട് അവർക്ക് പറ്റില്ല. വേണമെങ്കിൽ എന്തെങ്കിലും പിച്ചത്തുട്ടുകൾ എറിഞ്ഞു കൊടുക്കാം, തിന്നോട്ടെ ബലാക്കള്, അത്രേ പറ്റൂ. ഈജിപ്റ്റ് വിചാരിച്ചാൽ പറ്റില്ലേ? എന്തേ പറ്റാത്തത്? അപ്പോഴും ഹമാസ് മുന്നിൽ വയ്ക്കുന്ന നിയമങ്ങൾ എന്താണെന്ന് അറിയാമോ? ഇതുവരെയുള്ള എല്ലാ ഉപരോധങ്ങളും ഇസ്രായേൽ പിൻവലിക്കണം. പലസ്തീനിലെ പൗരന്മാർക്ക് ഇതുവരെ നൽകിയിരുന്നത് എല്ലാം ഇനിയും നൽകിക്കൊണ്ടിരിക്കണം. എന്നിട്ട് യുദ്ധം നിർത്തണം. അപ്പോഴും ആരോടാ താഴുന്നത്? ഹമാസ് ഭീകരർക്ക് ഈ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ
അവരുമായിട്ടൊരു സമവായ ചർച്ചയ്ക്ക് തയ്യാറാകണം. പക്ഷേ അവസാനത്തെ ഹമാസ് ഭീകരനെയും തുരത്തിയിട്ടല്ലാതെ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ്. ഇവര് വിചാരിക്കുന്നത്ര വേഗത്തിൽ ഈ തീവ്രവാദികളെ ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല എന്ന് ഇസ്രായേലിനും അറിയാം. പക്ഷെ എന്നാലും ആ ഒരു നയത്തിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് ഒരു രാജ്യത്തിനും ഒന്നും പറയാൻ കഴിയില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഫ്രാൻസ് എടുത്ത അതേ തീരുമാനത്തിലേക്ക് മറ്റെല്ലാ ലോക രാജ്യങ്ങളും എത്തിക്കൊണ്ടിരിക്കുക. കേട്ടോ, എല്ലാ രാജ്യങ്ങളും ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ പോക്ക് ഇങ്ങനെയാണ്, അതിനുള്ള പ്രധാനപ്പെട്ട കാരണക്കാർ ഇവരാണ്. അപ്പോൾ ഫ്രാൻസിലെ കാരണക്കാർ അവരാണ്, ഇസ്രായേലിലെ കാരണക്കാർ ഇവരാണ്, നോർവേയിലെ, സ്വീഡനിലെ, യൂറോപ്യൻ രാജ്യങ്ങളിലെ ഒക്കെ എല്ലാ സമാധാനങ്ങൾക്കും തുരങ്കം വെച്ചുകൊണ്ടിരിക്കുന്നത് ഇവരാണ് എന്ന് ഏതാണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് പുറത്തു പോകാനോ, ഞാനൊരു മതത്തെ വളർത്താൻ ശ്രമിക്കുന്ന ആളല്ലല്ലോ. എന്റെ രാജ്യത്തെ ഞാൻ ആർക്കും ഒറ്റ കൊടുത്തിട്ടില്ലല്ലോ. ഹബീബിന് എന്താടാ നിന്റെ ഉമ്മാക്ക് സാധനം ഇല്ലാന്നോ? വാപ്പയോട് പറ, എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? മുഹമ്മദ് ഷമീർ എന്താ വേണ്ടത്? ഉമ്മക്കില്ലേ? നിന്റെ ഉമ്മക്കില്ലേ? അത് തന്നെ എല്ലാവർക്കും ഉള്ളൂ. മനസ്സിലായ? അഫ്സല് മോനെ, ഇതേ കാര്യം തന്നെ നിന്റെ ഉമ്മയോട് നിനക്ക് ചെയ്യാം. ഉമ്മയ്ക്കും വായും വയറും ഒക്കെ ഉണ്ടല്ലോ. നീ ഈ പറയുന്ന എന്നിൽ ആരോപിക്കുന്ന എല്ലാം നിന്റെ ഉമ്മാക്കും ഉണ്ട്. പ്രയോഗിച്ചു നോക്ക്. അത് ഉമ്മായെ പ്രയോഗിച്ചു മടുത്തിട്ടാണോ എന്നറിയില്ല. അപ്പോ കാര്യങ്ങൾ ഏതാണ്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫ്രാൻസിന്റെ ഒരു നിയമം എന്നായിരിക്കും നമ്മുടെ രാജ്യത്ത് വരുന്നത്, ഈ ഭീകരരെ, ഈ രാജ്യവിരുദ്ധരെ ഒന്ന് തുരത്താൻ. എല്ലാവർക്കും ശുഭരാത്രി ആശംസിക്കുന്നു. നന്ദി. അഷ്മിൽ ഷാനെ, നിന്റെ വാപ്പയും അങ്ങനെ തന്നെയാട്ടാ.